കഥകൾ ഇഷ്ടപ്പെടാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ആയിക്കോട്ടെ, കഥകൾ മനുഷ്യർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. മനുഷ്യനുണ്ടായ കാലം മുതലേ കഥകളും ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ഒന്ന് ആലോചിച്ചാൽ നമ്മളൊക്കെ വളർന്നു വന്നത് ഈ കഥകൾ കേട്ടിട്ടാണ്. ചെറുതായിരിക്കുമ്പോ അമ്മമാർ നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാൻ നമുക്ക് കഥകൾ പറഞ്ഞു തരും. ഉറങ്ങാൻ കിടത്തി കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നവരെയും നമുക്ക് കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്പം വളർന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ അധ്യാപകര് നമുക്ക് പലതരം കഥകൾ പറഞ്ഞു തരും, അല്ലെ? അത് പ്രശസ്തരായ പല വ്യക്തികളെയും കുറിച്ചുള്ള കഥകളായിരിക്കാം, സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചായിരിക്കാം, ലോകത്തെ തന്നെ മാറ്റിമറിച്ച പല നവോത്ഥാന നായകന്മാരെ കുറിച്ചായിരിക്കാം, ധീര യോദ്ധാക്കളെ കുറിച്ചായിരിക്കാം. അങ്ങനെ കഥകൾ കേട്ട് വളർന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ളിടത്തോളം കാലം കഥകൾ ഉണ്ടാവും. കഥകൾ ഉണ്ടെങ്കിലേ മനുഷ്യരുള്ളൂ. നമ്മുടെ ഈ ചാനലിലും കഥകളായിരിക്കും. പലതരം കഥകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്, അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല പല വിഷയങ്ങളായിരിക്കും നമ്മുടെ കഥകളിൽ കാണപ്പെടുക. അതായത് കാലിക പ്രസക്തമായിട്ടുള്ള കഥകൾ, അതായത് ഈ ഒരു കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾ ഉണ്ടായിരിക്കാം. ഇനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമുക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ പല വ്യക്തികളുടെയും ചിന്താഗതികളിൽ നിന്നാണ് ഇന്ന് കാണപ്പെടുന്ന ഒരു സമ്പ്രദായവും സാമൂഹിക വ്യവസ്ഥിതികളും നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള കഥകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ അന്വേഷണാത്മകമായിട്ടുള്ള കഥകള്, ചില വ്യക്തികളെ സംബന്ധിക്കുന്ന കഥകള്, അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന പലരും അവരുടെ ഒരു ജീവിതത്തെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവർ സഹിച്ച വേദനകള്, അവരുടെ കഠിന പരിശ്രമങ്ങള്, പലതരത്തിലുള്ള ചൂഷണങ്ങള്, ഇതെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് മോട്ടിവേഷൻ. പല വ്യക്തികളുടെയും കഥകള് മനുഷ്യന് മോട്ടിവേഷൻ നൽകുന്നുണ്ട്. ചില ജീവിതങ്ങൾ മനുഷ്യനെ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കഥകളും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. കഥകളിൽ വിജയിച്ചവരുടെ കഥകൾ മാത്രമല്ല, പരാജയപ്പെട്ടു പോയവരും ഉണ്ട്. പരാജയപ്പെട്ടവർ വിജയിച്ചവരെക്കാൾ ഒട്ടും പുറകിലാണെന്നല്ല, പക്ഷേ ഇവരുടെ എല്ലാം ജീവിതം നമുക്ക് നൽകുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്, ഒരുപാട് നല്ല പാഠങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ നമ്മൾ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കും ഒരു മാറ്റം സംഭവിക്കുന്നത്. പല നവോത്ഥാന നായകന്മാരും ഈ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ഒരു പ്രധാന കാരണം അവരുടെ ചിന്താഗതിയാണ്. ആ കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാറ്റം, ഒരു നല്ല രീതിയിലുള്ള ഒരു മാറ്റം അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. അവർ ആ മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചിരുന്നു. അതിന് അവരെ സഹായിക്കാൻ ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പേര് കല്ലെറിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും അവരുടെ മാറ്റം എന്നുള്ള ഒരു തീരുമാനമാണ് അവരുടെ ജീവിതത്തെ പിന്നീട് ഈ സമൂഹത്തെ മൊത്തത്തിൽ വാർത്തെടുത്തിട്ടുള്ളത്. പല രൂപത്തിലും ഭാവത്തിലും വർണ്ണത്തിലും പല വിശ്വാസങ്ങളിലും മതങ്ങളിലും രാഷ്ട്രത്തിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒരു ലോകത്ത് ജീവിക്കുന്നു. അവരുടെ ചിന്താഗതികള്, ആചാരാനുഷ്ഠാനങ്ങള്, വിശ്വാസങ്ങള് ഇതെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. അതിൽ ചിലർ ചരിത്രമാകുന്നു, ചിലർ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു, മറ്റു ചിലർ ചരിത്രം സൃഷ്ടിക്കുന്നു. ഇത്രയൊക്കെ മതിയല്ലോ കഥകൾക്ക് ജന്മം എടുക്കാനായിട്ട്. വായനാശീലം ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ധാരാളം വായിച്ചിട്ടുള്ളവരാണ് പലരും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളവര്. വായനയുടെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങളിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ മനുഷ്യരെല്ലാവരും ഒരു നെട്ടോട്ടത്തിലാണ്. ജീവിതം മെച്ചപ്പെടുത്താൻ, ജീവിതം നിലനിർത്താൻ, വളരാൻ, സാമ്പത്തിക അഭിവൃദ്ധി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിനൊക്കെ നമ്മൾ സമയം ചെലവിടുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കും വളരാൻ സാധിക്കണം. അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വായനാശീലം. മൊബൈലുകളുടെയും ഇന്റർനെറ്റിന്റെയും ഈ ഒരു കാലഘട്ടത്തിൽ പുസ്തകം എടുത്ത് സ്വസ്ഥമായിരുന്നു വായിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കണമെന്നില്ല. പലതരം കഥകൾ, പലരുടെയും കഥകൾ നമുക്ക് തരുന്ന അറിവ് ചെറുതൊന്നുമല്ല, വളരെ വലുതാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അങ്ങനെയാണല്ലോ ചൊല്ല്. വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിലെ പല കഥകളും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകും, നിങ്ങൾക്ക് കരുത്ത് പകരും, നിങ്ങളുടെ ജീവിതത്തിനെ കൂടുതൽ മനോഹരമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കഥകൾ പ്രധാനമായും സെലക്ട് ചെയ്യുന്നത് 2-3 വിധത്തിലുണ്ട്.
ഒന്നാമതായി ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത അതല്ലെങ്കിൽ ആനുകാലിക പ്രസക്തമായ ഏതെങ്കിലും ഒരു സംഭവത്തെയോ വ്യക്തിയെയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കഥകളായിരിക്കും സെലക്ട് ചെയ്യുക. അത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി, ഈ ഒരു മാസം ചരിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നതിനെ കുറിച്ച് ഒരു വിശകലനം നടത്തും. ചില പ്രത്യേക ദിവസങ്ങള്, ചില പ്രത്യേക വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങള്, ചില പ്രധാന ചരിത്ര സംഭവങ്ങള്, ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളും സംഭവങ്ങളും ചർച്ച ചെയ്യും. അതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തികള്, സംഭവങ്ങള്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. കഥ അവതരിപ്പിക്കാനായി നമ്മൾ ആദ്യം തന്നെ ഒരു വിഷയം സെലക്ട് ചെയ്തു. നേരം തന്നെ നമ്മൾ വിഷയം, ഒരു കഥയ്ക്കായുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരമാവധി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ജോലി. അതായത് ഇന്റർനെറ്റ്, വിക്കിപീഡിയ, ഗൂഗിൾ സെർച്ച്, അതുപോലെ പുസ്തകങ്ങള്, ഇതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഒരു കണ്ടന്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ റാൻഡംലി കളക്ട് ചെയ്യുന്ന ഒരുപാട് ഡാറ്റകളെ ഒന്ന് ക്രോഡീകരിച്ച് ഏകീകരിച്ച് മനോഹരമായ സ്ക്രിപ്റ്റാക്കി മാറ്റണം. ഏറ്റവും പ്രാധാന്യമുള്ളതും ബുദ്ധിമുട്ടുള്ളതും സമയം ചെലവിടുന്നതുമായുള്ള ഒരു ഘട്ടമാണ് ഈ സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റിംഗ് മനോഹരമായാലാണ് കേൾക്കുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. നമ്മളൊരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു നടന്ന സംഭവത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കേൾക്കുന്ന ആളിന് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ സുനിത വില്യംസ് ആണ് എന്നുള്ള ഒരു കഥ, അല്ലെങ്കിൽ സുനിത വില്യംസ് ആരാണ്, അവരുടെ നേട്ടങ്ങള്, അവരുടെ പഠന രീതികള്, അവരുടെ ജീവിതം, അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കണം. അവരുടെ ജീവിതം, അവരുടെ പഠന മേഖലകള്, അവര് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ശ്രോതാവ് എന്ന നിലയിൽ ഒരാൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതിലാണ് ഒരു കഥയുടെ ജീവൻ തുടിക്കുന്നത്. അതിന് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് തന്നെയാണ്. അതിനുശേഷം നല്ലൊരു സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് അത് ഏറ്റവും നല്ല രീതിയിൽ നറേറ്റ് ചെയ്യണം. അത് നറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഖ്യാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ കറന്റ് സിനാരിയോയിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചത്. പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാരന്റ്സ്, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ. അതിന് കാരണം എത്രയേ ഉള്ളൂ, നമ്മൾ പാരന്റ്സ് എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നവരാണ് നമ്മുടെ മക്കള്. കുട്ടികള് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോ സ്വഭാവങ്ങൾ കോപ്പി ചെയ്യുന്നവരാണ്. ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ കുട്ടികൾ അത് തന്നെ ചെയ്യും. ഇനി അതുപോലെ ചില ഫാമിലിയില് അപ്പനും അമ്മയും മക്കളും, അവിടെ അമ്മ മാത്രമായിരിക്കും വീട്ടിലെ കാര്യങ്ങള്, കിച്ചണിലെ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. എല്ലാ അമ്മമാര് മാത്രമായിരിക്കും, അമ്മ മാത്രമായിരിക്കും. അങ്ങനെ വരുമ്പോ കുട്ടികൾ പോലും അറിയാതെ പഠിച്ചു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മമാരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കിച്ചൺ അല്ലെങ്കിൽ വീട്ടിലെ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെന്ന്. കാരണം അവർ നോക്കുമ്പോൾ ഫുൾ ടൈം അവരുടെ അമ്മ കിച്ചണിലാണ് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അച്ഛൻ ജോലിക്ക് പോകുന്നു, അച്ഛൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു, അച്ഛൻ ജോലി കഴിഞ്ഞു വരുന്നു, അച്ഛന്റെ ഓഫീസിലത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും പെൻഡിങ് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു, എന്തെങ്കിലും ഫോൺ കോൾസ് ഉണ്ടെങ്കിൽ അത് നോക്കുന്നു. ഇനി അതൊന്നും അല്ലെങ്കിൽ ചുമ്മാ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മമാര് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് അടുക്കളയിലത്തെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ, ക്ലീനിങ്, അങ്ങനെ വീടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. കുട്ടികള് മനസ്സിലാക്കുന്നത് ഓക്കെ, ഇത് ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ മാത്രമേ ചെയ്യുള്ളൂ, ഇന്ന കാര്യങ്ങളാണ് എൻ്റെ അച്ഛൻ ചെയ്യുന്നത് എന്ന് അവര് പോലും അറിയാതെ അവർ ലേബൽ ചെയ്തു പോവാണ്. ഫ്യൂച്ചറിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അവരത് ചെയ്യില്ല. കാരണം അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പാരന്റ്സ് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവാം, കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുട്ടികളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ടൈം കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഗാഡ്ജറ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ അല്ലെങ്കിൽ ഓഫീസിലത്തെ വർക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ നിർബന്ധമായും കുട്ടികളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അവരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം.
പല കുട്ടികളുടെയും പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവരോട് സംസാരിക്കാൻ ആരുമില്ല. അവരുടെ സ്കൂളിലത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ, ഫ്രണ്ട്സിന്റെ ഇടയിൽ നടന്ന ടോക്കുകൾ, ഇതൊക്കെ അവർക്ക് ഷെയർ ചെയ്യാൻ ആരെങ്കിലും വേണം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ പാരന്റ്സ് വീട്ടിലുണ്ടാവണമെന്നില്ല, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും TV അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഇതിന്റെ പുറകെ പോവും. ഈ ഒരു അവസ്ഥയിൽ കുട്ടികൾ ഈ ഒറ്റപ്പെടലിനെ മറികടക്കാൻ വേണ്ടി കുട്ടികളായിട്ട് എടുക്കുന്ന ഒരു വഴിയാണ് ഗാഡ്ജറ്റ്സ്, TV അങ്ങനെയുള്ളതൊക്കെ. പയ്യെ പയ്യെ അവര് ബാക്കിയുള്ള എല്ലാ റിലേഷൻഷിപ്പിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി മൊബൈലും വീഡിയോ ഗെയിമും മാത്രമുള്ള ഒരു ലോകത്തിലേക്കായിട്ട് അങ്ങ് ചുരുങ്ങി പോവാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ റീൽസിൽ കാണുന്നതൊന്നുമല്ല റിയൽ ലൈഫ്. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അപ്പോൾ നമ്മൾ അവരെ പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു പ്രാക്ടീസ് കൊടുക്കണം. കുട്ടികളുടെ അടുത്ത് ഒരുപാട് ഷൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കുട്ടികളുടെ അടുത്ത് ഷൗട്ട് ചെയ്ത ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോ 2 മക്കളുണ്ടെങ്കിൽ, നമുക്കിപ്പോ 2 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത ആളിനെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു വികൃതി കാണിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവർക്ക് തിരിച്ച് നമ്മൾ പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ്, അവര് തിരിച്ച് നമ്മളെ ഒന്നും പറഞ്ഞു എന്ന് വരില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇവരോട് എങ്ങനെ നമ്മൾ ഷൗട്ട് ചെയ്തോ അതുപോലെ തന്നെ ഇവരുടെ താഴെയുള്ള ഇളയ ആളുടെ അടുത്ത് എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ അവരുടെ അടുത്തും ഷൗട്ട് ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. അപ്പൊ നമ്മള് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളും അത് കോപ്പി ചെയ്യും. പിന്നെ ചെറിയ പ്രായം തൊട്ടേ കുട്ടികളെ ശീലിപ്പിക്കേണ്ട, പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഷെയറിങ്. അവരുടെ സിബ്ലിങ്സ് ആയിട്ട് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം, ഫ്രണ്ട്സ് ആയിട്ട്. അങ്ങനെയുള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. പല പാരന്റ്സും കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവർ താമസിക്കുന്ന ആ ഒരു ഏരിയയിലുള്ള ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഓട്ടായിരിക്കും. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്കൂള് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് സ്വന്തം വീട് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റങ്ങള്, ചില വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട ചില നിഷ്ഠകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരെ ഇരുത്തി നമ്മൾ ഒന്നൊന്നായി പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. പലതും അവർ കണ്ടും കേട്ടും അറിഞ്ഞും എക്സ്പീരിയൻസ് ചെയ്തും പഠിക്കുന്നതാണ്. അതുകൊണ്ട് വീട്ടിലുള്ളവരുടെ എല്ലാ പെരുമാറ്റങ്ങളും നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടത് കൺട്രോൾ ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇമ്പ്രൂവ് ചെയ്യണം. അത് കുട്ടികൾക്കും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരുത്തും. ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നെവർ എവർ കമ്പയർ യുവർ ചൈൽഡ് വിത്ത് അതേഴ്സ്. ഒരിക്കലും നമ്മുടെ കുട്ടികളെ മറ്റൊരു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യരുത്. അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെയും സ്കിൽസ് ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾക്ക് നന്നായി പഠിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും, വേറൊരാൾക്ക് ചിലപ്പോൾ നന്നായിട്ട് പടം വരയ്ക്കാനായിരിക്കും, ഡാൻസ് ചെയ്യാനായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ കഴിവുകൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ കഴിവിനും താല്പര്യത്തിനനുസരിച്ച് ഒരു ഹോബി അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോ ഡ്രോയിങ് അറിയാത്ത ഒരാളിനെ ഡ്രോയിങ് നിർബന്ധിപ്പിച്ച് നമ്മൾ പഠിപ്പിക്കാൻ ഒരിക്കലും വിടരുത്. അതുപോലെ ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ ഒരിക്കലും ഡാൻസ് ചെയ്യാൻ വിടരുത്. അവരുടെ കഴിവ് നമുക്കറിയാലോ, നമ്മളാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പൊ അവരുടെ ആ ഒരു കഴിവിനനുസരിച്ച് നമ്മൾ നിർബന്ധമായിട്ട് ഒരു ഹോബി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, ഔട്ട്ഡോർ ഗെയിംസ് ശീലിപ്പിക്കുക. TV മുൻപിൽ ഇരുത്തുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും പുറത്തു പോയി കളിക്കുക. അതിനു വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ പാരന്റ്സ് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. കുറച്ചു നേരം പുറത്തു പോയി കളിക്കുക, സ്കിപ്പിങ്ങോ അല്ലെങ്കിൽ ഷട്ടിലോ എന്തെങ്കിലുമൊക്കെ കളിച്ച് അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് കൊടുക്കുക. അത് അവരുടെ ഹെൽത്തിനും വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നിർബന്ധമായിട്ട് ഒരു ഹോബി ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. TV കാണുന്നു, മൊബൈൽ യൂസ് ചെയ്യുന്നു, ഇതിന്റെ ഒക്കെ വേറൊരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെ ഇരുന്ന് അതിന്റെ മുന്നിൽ ടൈം പോകുന്നത് അവർക്ക് അറിയാൻ പറ്റില്ല. മാത്രമല്ല ആ സെയിം ടൈമിൽ എന്തെങ്കിലും ഫുഡ്, എസ്പെഷ്യലി ഇപ്പൊ നമുക്കറിയാം
പഴയ കാലത്തെ പോലെയല്ല. ഇപ്പൊ വീട്ടില് പാരന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ മേടിച്ചു വെച്ചു കൊടുക്കും. കുട്ടികൾ അത് ഫുൾ ഇരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ TV, മൊബൈൽ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട്ഡോർ ഗെയിംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെറുപ്പം മുതലേ ശീലിപ്പിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിലും ചുരുക്കം ചില പാരന്റ്സ് എങ്കിലും ഒരു യൂസർ മാനുവൽ വെച്ചിട്ടാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു AC വാങ്ങിച്ചു, അതല്ലെങ്കിൽ ഒരു TV വാങ്ങിച്ചു, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു യൂസർ മാനുവൽ തരും. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത്, അതിന്റെ സർവീസ് എങ്ങനെയാണ്, ഇതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഉണ്ട്. പല പാരന്റ്സും ഇതുപോലെ ഒരു യൂസർ മാനുവൽ കയ്യിൽ വെച്ചിട്ടാണ് കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഡോണ്ട് ഡു ദിസ്. ബിക്കോസ് കുട്ടികളെ നമ്മൾ കൂടുതൽ ട്രെയിൻഡ് ആക്കി, എന്താ പറയാ, നമ്മൾ കുട്ടികളെ കൂടുതൽ പെർഫെക്ഷനിസ്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവും, അവരുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ കുറയും. നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ പെരുമാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും. പക്ഷെ ഇത് അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കുട്ടികൾ അവരുടെ കോൺഫിഡൻസ് പോവും, സ്ട്രെസ് കൂടും, പിന്നീട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു യൂസർ മാനുവൽ ഒന്നും വേണ്ട. നമ്മുടെ മക്കളല്ലേ, ലെറ്റ് ദം ഫ്ലൈ, അവര് സ്മാർട്ടായി നടക്കട്ടെ. അപ്പോ അങ്ങനെയുള്ള ഓവറായിട്ടുള്ള ഒരു സ്ട്രെസ്സും കുട്ടികൾക്ക് കൊടുക്കരുത്. അതുപോലെ കുറെ പാരന്റ്സിനുള്ള ഒരു ഡൗട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തില്. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ, കുട്ടികളെ നിർബന്ധമായി ഒരു സ്കൂൾ വിട്ട് വന്ന് അവർക്ക് ഒരു റൂട്ടീൻ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു 3:30-4 ആ ഒരു ടൈമിൽ സ്കൂൾ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏകദേശം എത്ര സമയം വരെ അവർക്ക് ബ്രേക്ക് എടുക്കാം? ഒരു 6 അല്ലെങ്കിൽ ഒരു 6:30 വരെ അവർ ഫ്രീ ആയിട്ടിരുന്നു. അതിനുശേഷം നിർബന്ധം കുറച്ച് സമയമെങ്കിലും അവരെ ചെറുതിലേ തൊട്ട് പഠിപ്പിക്കാനിരുത്തണം. പഠിപ്പിക്കാനിരുത്താന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര റഫായിട്ടൊന്നും അവരുടെ അടുത്ത് പെരുമാറണ്ട. അവർക്ക് അങ്ങനെ ഒരു ശീലം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. അതിന്റെ ആവശ്യം എന്താണെന്നറിയോ? നമ്മള് ചെറിയ കുട്ടികളല്ലേ, അവർക്ക് ഒത്തിരി ഒന്നും പഠിക്കാനില്ല എന്നോർത്ത് നമ്മളവരെ ഫ്രീ ആക്കി അങ്ങ് വിട്ട് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇവരൊരു ഹൈസ്കൂള് 6th 7th ഒക്കെ ആവുമ്പോൾ തൊട്ട് കുട്ടികൾക്ക് പഠനം കുറച്ചും കൂടി സീരിയസ് ആവേണ്ട ഒരു പ്രായം വരുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ശീലമില്ല, പഠിക്കണം എന്നുള്ളൊരു ശീലമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് അവരുടെ അക്കാദമിക് ലെവലിൽ അവര് ഒരുപാട് പുറകിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതിലെ തന്നെ നിങ്ങൾ ഒരു ടൈം, നിങ്ങൾ പാരന്റ്സ് പറ്റുന്നവരൊക്കെ ഈ ഒരു ടൈമിൽ കുട്ടികളുടെ കൂടെ ഒപ്പം നിൽക്കാൻ പറ്റുന്നവരൊക്കെ നിർബന്ധമായി നിൽക്കണം. അവർക്ക് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. സ്കൂള് കഴിഞ്ഞ് വന്നാൽ ഇത്ര സമയം എനിക്ക് പഠിക്കാനുള്ളതാണെന്നുള്ളൊരു തോന്നല് അവർക്ക് ഉണ്ടാവണം. നിങ്ങളൊരു 4th 5th വരെ അങ്ങനെ ആ കുട്ടികളുടെ കൂടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തിരുന്നാൽ മതി. പിന്നീടുള്ള കാലം, അതായത് പിന്നീട് കുറച്ചും കൂടി മുതിരും തോറും അവർക്ക് ആ ഒരു ടൈം പഠിക്കാനുള്ളതാണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് തന്നെ വരും. അവരെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇരുത്തേണ്ടി വരില്ല. അവര് അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റഡ് ആയി ഇരുന്ന് പഠിച്ചോളും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാം. എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ ഒക്കെ മക്കള് അവരുടേതായിട്ടുള്ള രീതിയിൽ യൂണീക്കാണ്. അപ്പം അവരുടെ കഴിവുകൾ മനസ്സിലാക്കി, കുറവുകൾ മനസ്സിലാക്കി, ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പാരന്റ്സിന്റെയും കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവണം. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ സക്സസിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പാരന്റ്സ് എപ്പോഴും ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, കുട്ടികൾക്ക് പരമാവധി നല്ലൊരു റൂട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, ഹോബീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മക്കളൊക്കെ സ്മാർട്ട് അല്ലേ. അടുത്തത്, ഏത് പ്രായത്തിലാണ് നമ്മൾ കുട്ടികളുടെ കരിയറിന് ഫോക്കസ് കൊടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും നമ്മൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അതായത് ഒരു 7-8 വയസ്സ് വരെയെങ്കിലും കുട്ടികൾ ചിന്തിക്കുന്നത് അവർ കാണുന്ന കരിയറുകൾ അല്ലെങ്കിൽ അവർ കാണുന്ന ജോലികൾ, അവരുടെ ചുറ്റുള്ളവര് എന്തൊക്കെ ജോലി ചെയ്യണോ അതിനോടായിരിക്കും അവർക്ക് അട്രാക്ഷൻ കൂടുതൽ. ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു 1st സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ചാൽ സാധ്യത കൂടുതലുള്ളത് ടീച്ചർ ആവണമെന്നാണ്. ടീച്ചിങ് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രൊഫഷൻ. പക്ഷെ ഞാൻ പറയുന്നത് അത് മേ ബി അവര് ചുറ്റും കാണുന്ന അവരുടെ ടീച്ചേഴ്സിനോടുള്ള അവരുടെ ഒരു ഇമോഷണലി കണക്ഷൻ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ അങ്ങനെ പറയുന്നുണ്ടാവുക. അതല്ലെങ്കിൽ
അവര് സ്കൂളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ടീച്ചേഴ്സിനോടുള്ള ആ ഒരു ഇഷ്ടം റെസ്പെക്ട് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക. ഇനി ബോയ്സ് അതേ ഏജിലുള്ള ഒരു ആൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരധികവും പറയാ ഡ്രൈവർമാരാവണം എന്നൊക്കെ ആയിരിക്കും അധികവും പറയാ. കാരണം അവർ കൂടുതൽ കാണുന്നത് സ്കൂളിൽ പോകാനും തിരിച്ചു വരാനും അവർ യൂസ് ചെയ്യുന്ന വെഹിക്കിള് മിക്കവാറും സ്കൂൾ ബസ്സുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെഹിക്കിളോ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിലത്തെ ഡ്രൈവർമാരെ ആയിരിക്കും ഇവർ കൂടുതൽ ആരാധനയോട് കൂടി കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ ചിന്തിക്കും. പിന്നീട് കുട്ടികൾ ചിന്തിക്കാൻ സാധ്യതയുള്ളത് അവരുടെ പാരന്റ്സിന്റെ പ്രൊഫഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും. അതൊരു 7-8 വയസ്സ് വരെ അത് നമ്മൾ വലിയ കാര്യമാക്കി എടുക്കണ്ട. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 8-9 വയസ്സിലോട്ടൊക്കെ കടക്കും തോറും നമ്മൾ കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് അവരുടെ അഭിരുചികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ, അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകള്, ഇത് നമ്മൾ പാരന്റ്സിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു 9 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് കിടക്കുമ്പോഴേക്കും ഹൈസ്കൂളൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ ഏകദേശം അവരുടെ ഒരു കരിയർ ഏതാവണം എന്നുള്ള ഒരു തീരുമാനത്തിന് എത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. കാരണം 10th കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള അവര് തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കരിയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുക. 11th 12th അത് കഴിഞ്ഞ് പിന്നെ വേറെ ബാക്കി കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു 10th കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു കോഴ്സ് ഏതായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതിനു മുൻപായി തന്നെ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാവണം. നമ്മുടെ കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഒരിക്കലും നമ്മുടെ ഇൻട്രസ്റ്റ് ആയിരിക്കരുത് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ഇപ്പൊ ഡ്രോയിങ്, പെയിന്റിങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാൻസ്, മ്യൂസിക്, ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ അവരെ നീറ്റോ ജെഇഒ എഴുതിപ്പിച്ചിട്ട് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം മിക്കവർക്കും അത് സാധിക്കില്ല. ഇനി അങ്ങനെ നമ്മൾ കമ്പൽ ചെയ്ത് നമ്മൾ നമ്മുടെ കുട്ടികളെ വേറെ ഏതെങ്കിലും ഒരു കരിയറിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് അതൊരു സക്സസ്ഫുൾ ആവാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ പാരന്റ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അവർക്ക് എന്താണ് താല്പര്യം എന്നുള്ളത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹൈസ്കൂൾ സെക്ഷൻ ആവുമ്പോൾ, അതായത് ഒരു 10, 13, 14 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും കുട്ടികളെ പരമാവധി നല്ല ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കണം. അതായത് ഇപ്പോ മിക്കവാറും എല്ലാ സ്കൂളുകളിലും നല്ല രീതിയിലുള്ള കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സസ്, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ മിക്കവാറും എല്ലാ സ്കൂളുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹൈലി പെയ്ഡ് ക്ലാസ്സസ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോ മിക്കവാറും എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികൾക്കും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപക്ഷെ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുട്ടികളും സെൽഫായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പഠിക്കും. അവർക്ക് എന്താണ് പറ്റുക, അവരുടെ ഒരു ഗ്രോത്തിന് അവർക്ക് എന്താണ് ഏറ്റവും നല്ലതാവുക എന്നുള്ളത് അവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാവും. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഒരു 13-14 വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് വേണ്ട കരിയർ എന്താണെന്നുള്ളത് അവർ പ്ലാൻ ചെയ്ത് കഴിയും. അതിനുവേണ്ടി പഠിക്കും. ഒരു 15 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10th ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യമുള്ള പ്രൊഫഷൻ അവർ ഏതാണെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ കോഴ്സുകൾ അവര് നമ്മളോട് സജസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നോളജ് അറിവുകൾ നേടാനായിട്ട് ഒരുപാട് ഉപാധികളുണ്ട്. മുമ്പുണ്ടായിരുന്നതിനേക്കാളൊക്കെ ഒരുപാട് നല്ല റിസോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുട്ടികൾക്കും പാരന്റ്സിനൊക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു സിസ്റ്റം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും വീണ്ടും പറയാണ്, ഒരിക്കലും നമ്മൾ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്. ഓക്കെ. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് ഒരു റീഡിങ് ഹാബിറ്റ് നല്ല രീതിയിൽ ഈ ഒരു പ്രായമാകുമ്പോഴത്തേക്കും ഒരു 13-14 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് നല്ലൊരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ റീഡിങ് ഹാബിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് നോളജുകൾ കിട്ടും, ഒരുപാട് സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സിലബസിൽ കാണുന്ന, നമ്മുടെ പുസ്തകങ്ങളിൽ കാണുന്ന ഒരുപാട് നോളജുകൾക്കപ്പുറം വേറെയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മുടെ കുട്ടികൾ അറിയണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു റീഡിങ് ഹാബിറ്റുകള് അവര് ഡെവലപ്പ് ചെയ്തെടുത്താൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. അടുത്തത് കരിയർ സെറ്റാക്കാൻ നമ്മുടെ രാജ്യമാണോ വിദേശ രാജ്യമാണോ കൂടുതൽ നല്ലതെന്നാണ്. ഇന്നത്തെ ഒരു ജനറേഷൻ ആഗ്രഹിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഒരു ഫ്രീഡം ആണ്.
ഇപ്പോ നമ്മുടെ ഒരു നാടിന്റെ ഒരു സിസ്റ്റം, നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് ചട്ടക്കൂടുകളുണ്ട് പല കാര്യങ്ങൾക്കും. പക്ഷേ വിദേശ രാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു 17-18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികളെ സ്വന്തമായി ജോലി ചെയ്യുക, വരുമാനം ഉണ്ടാക്കുക, അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, ഫ്രീഡം, ഇതൊക്കെ അവിടെ കുറെ കൂടി കൂടുതലാണ്. അപ്പം സ്വാഭാവികമായിട്ടും നോകളും കുറെ റെസ്ട്രിക്ഷൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് തലമുറ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അവര് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുക, അവിടെ തന്നെ ജോലി കണ്ടെത്തുക, അവിടെ തന്നെ ജീവിക്കുക. പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വരാനുള്ള സാധ്യത പോലും വളരെ കുറവാണ്. അപ്പോ ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇത് മാത്രല്ല, ഇത് കൂടാതെ അവിടുന്ന് കിട്ടുന്ന ജോലികള്, ജീവിത സൗകര്യങ്ങള്, സാലറി, പിന്നെ ഇൻഡിവിജ്വലി നമുക്ക് കിട്ടുന്ന പരിഗണനകള്, ഇതൊക്കെ പുതിയ തലമുറ ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ കുറെ പേരെങ്കിലും അങ്ങനെ വിദേശത്ത് പോയി കരിയർ സെറ്റ് ആകാൻ പോയിട്ട് അത്ര സക്സസ്ഫുൾ ആവാതെ വന്നിട്ടുള്ളവരും ഉണ്ട്. പലവിധ കാരണങ്ങൾ കൊണ്ട് അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും അതുപോലെ വരുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും, ഇന്ത്യ അല്ലാതെ വേറെ ഏതൊരു രാജ്യത്ത് നമ്മൾ പോയാലും നമ്മളൊക്കെ അവർക്ക് ഒരു സെക്കൻഡറി സിറ്റിസൺ ആണ്. നമ്മുടെ കഴിവിനും ക്വാളിഫിക്കേഷനും പറ്റിയ രീതിയിലുള്ള ഒരു ജോബ് ഇപ്പോ പ്രസന്റ്ലി അവിടെ കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സാധ്യതകൾ കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോ അതൊരു ചെറിയ പ്രശ്നമാണ്. ചില രാജ്യങ്ങളിൽ ചില ജോലികൾ നമ്മൾ ഇന്ത്യൻസ് പോലുള്ള വിദേശികൾക്ക്, അവർക്ക് നമ്മൾ വിദേശികളാണല്ലോ, നമ്മളെ അവര് പരിഗണിക്കാറ് പോലും ഇല്ലെന്നും കേൾക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിവുള്ളവരാണ്, സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് കോഴ്സ് ഏത് പ്രായത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കാലഘട്ടം ഒരുപാട് മാറിയല്ലോ. കഴിവും നമ്മുടെ സ്കില്ലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളവരാണ്. അവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നവര്, താല്പര്യമുള്ളവരൊക്കെ, എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ സ്കിൽസും നമ്മുടെ കഴിവുകളും പ്രയോജനപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ സാഹചര്യങ്ങള് ഇപ്പോ ഒരു 20-25 ഇയേഴ്സ് ബാക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ നാട്, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്താണ് ഇന്ന് ഈ നിമിഷം വരെ എത്തി നിൽക്കുന്നത്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിയമങ്ങൾ, ചട്ടക്കൂടുകൾ, ഇതിലെല്ലാം ഒരുപാട് ഭേദഗതികൾ വരും. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ, നമ്മൾ വിന്നർ ആവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പൊ കുറച്ചും കൂടി നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഓപ്ഷനുകളെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഡിക്ഷൻസിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ, സിന്തറ്റിക് ഡ്രഗ്സ്, അതുപോലെ മൊബൈൽ അഡിക്ഷൻസ്, ഇതെല്ലാം അഡിക്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളെ അതിലേക്ക് എത്തിക്കാതെ നോക്കുക എന്നുള്ളതാണ് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന് വേണ്ട കാര്യം, നമ്മൾ കുട്ടികളായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബോണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പാരന്റ്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവും. അവരുടെ പലതരം പ്രശ്നങ്ങൾ, ചിലപ്പോ ക്ലാസ്സിൽ അവരുടെ അക്കാദമിക് ലെവലിൽ അവർ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം, ഫ്രണ്ട്സിന്റെ ഇടയിൽ, ടീച്ചേഴ്സിന്റെ ഇടയിൽ, ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഇവർക്ക് ഓപ്പൺ ആയിട്ട് വന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദി ആവണം നമ്മുടെ വീടുകൾ. അതല്ലാത്ത പക്ഷം ഇവർക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യണം, ചില പ്രശ്നങ്ങൾ കുട്ടികൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതൊക്കെ വരും. അപ്പോൾ അവര് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവും. അല്ലെങ്കിൽ തന്നെ ഒരു ഏജ് കഴിയുമ്പോൾ, അതായത് ഒരു ടീനേജിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്സിലേക്ക് ആയിരിക്കും അട്രാക്റ്റഡ് ആവുക. കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവർ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും കൂടുതൽ വരാം. നമ്മൾ ഇവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് അറിയണം. ഏത് രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ കുട്ടികൾ, ഈ ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് കുട്ടികളുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റിനും ഒരു സപ്പോർട്ടിനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ കുട്ടികൾ, ഫ്രണ്ട്സ് സ്വല്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു
സർക്കിളാണ് നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട് സർക്കിൾ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ കുട്ടികളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിനെ നമുക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കണം. ഫ്രണ്ട്സുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. ടീനേജിലോട്ട് കടക്കും തോറും നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ കൊണ്ട് വരുന്നതാണ്. അത് മനസ്സിലാക്കി പെരുമാറാൻ നമ്മൾ പാരന്റ്സ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് പെരുമാറി കഴിഞ്ഞാലൊക്കെ അത് അവരെ കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാകുന്നത് ആൽക്കഹോളും ഡ്രഗ്സും സ്ഥിരമായി യൂസ് ചെയ്യുന്ന ചില പാരന്റ്സ്. ഇപ്പോ വീട്ടിലൊക്കെ ഫ്രിഡ്ജിനകത്ത് മദ്യം വാങ്ങി സൂക്ഷിക്കുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ മക്കള് ഒരു പ്രായം വരുമ്പോ ഈ ശീലത്തിലോട്ട് വരും. കാര്യം ഇവര് കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇവരുടെ അച്ഛൻ മദ്യപിച്ചു വരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ മദ്യം വാങ്ങി വെച്ച് ആവശ്യം പോലെ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അവർക്കറിയില്ല, ഒരു പ്രായം വരയ്ക്കും അവർക്ക് എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റെന്ന് അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഇവർക്കൊരു ആകാംക്ഷ നിറയുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഡെഫിനറ്റ്ലി അവർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് നമ്മുടെ കൺട്രോളിനപ്പുറത്തേക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരന്റ്സും കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കുക. കുട്ടികളുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിങ്ക്സും ഡ്രഗ്സും ഒന്നും ഒരിക്കലും നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ഫാക്ടേഴ്സ് അല്ല. ആ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഒരു കുറച്ചു നേരത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ട് കുട്ടികൾ ശരിക്കും നല്ല ബോധവാന്മാരാവണം. അത് പാരന്റ്സ് മാത്രമല്ല, സ്കൂളുകളിലും നല്ല അവയർനെസ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുത്തേ പറ്റൂ. അതുപോലെ ടീച്ചേഴ്സും പാരന്റ്സും കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യം, സത്യത്തിൽ ലഹരി എന്ന് പറയുന്നത് ആൽക്കഹോളോ ഡ്രഗ്സോ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ല. അതിനപ്പുറത്തേക്ക് ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ നമ്മുടെ എല്ലാ ലിമിറ്റേഷൻസിനും ബ്രേക്ക് ചെയ്ത് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് പ്രയത്നിച്ച് ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സക്സസ്ഫുൾ ആയി എന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റ്, അതായിരിക്കണം നമ്മുടെ ലൈഫിലെ ലഹരി എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ചെറിയ നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഹെൽത്തും നമ്മുടെ വെൽത്തും നമ്മുടെ തലച്ചോറും എല്ലാം നശിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. ആ ഒരു അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ മിക്ക പാരന്റ്സും പരാതി പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഫോൺ അഡിക്ഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഇറ, ഫോണ്, ഇന്റർനെറ്റ് ഇതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഒരിക്കലും കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യണമൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവര് ഹോംവർക്ക് ചെയ്യുന്ന സമയം, അവർക്ക് പഠിക്കാനുള്ള ഒരു സമയം, കളിക്കാനുള്ള ഒരു സമയം, അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം കുട്ടികൾക്ക് മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാം. ആ സമയം അവരെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പാരന്റ്സ് നിർബന്ധമായിട്ടൊന്ന് മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ്. മൊബൈലിൽ തന്നെ ഇവർ എന്തൊക്കെ കാണുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു, അവർ കാണുന്ന വീഡിയോസ്, ഉപയോഗിക്കുന്ന ഗെയിമുകള്, ഇതൊക്കെ അവർക്ക് നല്ലതിനാണെങ്കിൽ നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണം. അതല്ലാതെ നമ്മൾ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ പാരന്റ്സിന് കുട്ടികൾക്കായിട്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. ഫോർ എക്സാമ്പിൾ, പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ, നല്ല നല്ല മെസ്സേജുകൾ തരുന്ന വീഡിയോസ്, ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത്രയും സമയം അവർക്ക് അത്രയും ബെനിഫിഷ്യൽ ആയിട്ട് വരണം. അതല്ലാതെ നമ്മള് ചുമ്മാ റാൻഡംലി അതും ഇതും ഇങ്ങനെ കണ്ട് കുറെ സ്വൈപ്പ് ചെയ്ത് വിട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം അത്ര നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ അവർ യൂസ് ചെയ്യാൻ അവർ പഠിക്കണം. ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം തരുന്ന നല്ല കണ്ടന്റുകൾ കുട്ടികൾ ഫോളോ ചെയ്യട്ടെ. അതിൽ നമുക്ക് അവരെ ഒരു റെസ്ട്രിക്ഷൻ വെക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ ടീനേജിലോട്ട് കടക്കുന്ന ആ ഒരു സമയം തൊട്ട് നിർബന്ധമായി നമ്മൾ ശീലിപ്പിക്കേണ്ട കാര്യമാണ് റീഡിങ് ഹാബിറ്റ്സ്. ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഈ ഒരു ഹാബിറ്റ് വളരെ കുറവാണ്. ദൃശ്യ മാധ്യമങ്ങള്, റീൽസ്, ഇതിലൊക്കെയാണ് അവർ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ നല്ല ബുക്സ് അവർ വായിക്കാൻ ശീലിക്കണം. വായനാശീലത്തിലേക്ക് അവർ മാറാൻ തുടങ്ങുമ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാം. അവർ മെല്ലെ മെല്ലെ ലോകം എന്താണെന്ന് അറിയാൻ തുടങ്ങും, ചരിത്രം എന്താണെന്ന് അറിയാൻ തോന്നും, മാറ്റങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് ആത്യന്തികമായിട്ട് അവർക്കൊരു വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ റീഡിങ് ഹാബിറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. ഈ ശീലങ്ങളൊക്കെ പരമാവധി നമ്മളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അവരും അത് ശീലിക്കും.
അതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഏതെങ്കിലും നല്ലൊരു ഹോബീസ് കുട്ടികൾക്ക് ഉണ്ടാവണം. ആ ഹോബീസിലേക്ക് അവർക്ക് കൂടുതൽ ഫോക്കസ് വരുമ്പോൾ മറ്റു ശീലങ്ങളിലോട്ടൊന്നും അധികം പോകാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഡെഫിനറ്റ്ലി അവർ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ അവർക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ഔട്ട്ഡോർ ഗെയിംസ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യട്ടെ. എപ്പോഴും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുമ്പോൾ തന്നെ വേറെ ഏതെങ്കിലും ഒരു സന്തോഷത്തിന് പുറകെ പോകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഹോബീസും അതുപോലെ തന്നെ ഔട്ട്ഡോർ ഗെയിംസും നിർബന്ധമായും കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. പാരന്റ്സും ടീച്ചേഴ്സും കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നിടത്താണ് വിജയം. അതും ടീച്ചേഴ്സും ഒരുപോലെ കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കുക. അപ്പൊ തന്നെ നമ്മുടെ കുട്ടികള് കുറെ മെന്റലി ഫ്രീ ആവും. ഇങ്ങനെയുള്ള അഡിക്ഷൻസിന് പുറകെ പോകുന്നതൊക്കെ നിർത്തി അവർ വളരെ കൂളായി വളരെ ചില്ലായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അക്രമാസക്തരാകുന്ന കുട്ടികളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഡിയർ പാരന്റ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളുടെ ഒരു സ്വഭാവമേ അല്ല ഈ അക്രമവാസന എന്നുള്ളത്. അവര് കുട്ടികളായിട്ടിരിക്കുമ്പോൾ കുട്ടികളുടേതായിട്ടുള്ള ചില അനുസരണക്കേടുകളും കുസൃതികളും മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് ഇവർ അക്രമാസക്തരാകുന്നത്? പലവിധ കാരണങ്ങളുണ്ട്. അതില് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അഡിക്ഷൻസ്, അതായത് ആൽക്കഹോളിക് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ്, എസ്പെഷ്യലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ യൂസേജ് കൂടുമ്പോഴാണ് കുട്ടികൾ അക്രമാസക്തരാകുക. ഇനി എപ്പോഴാണ് ഇവർ അക്രമാസക്തരാകുന്നത്? ഒരു സിംഗിൾ യൂസ് കൊണ്ട് ഒരിക്കലും ഒരു കുട്ടി ഒരു വയലന്റ് ആയി പെരുമാറണമെന്നില്ല. അത് യൂസ് ചെയ്ത് ഗ്രാജുവലി ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ ഇവരുടെ ഫിസിക്കലി മെന്റലി ഇവരുടെ കണ്ടീഷൻസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വേരിയേഷൻ വരാണ്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ എത്തുമ്പോഴാണ് ഇവർ അക്രമവാസന കാണിക്കാൻ തുടങ്ങുക. ഇവരുടെ മുന്നിലിരിക്കുന്നത് ഇവരുടെ പാരന്റ്സ് ആണോ, ഗ്രാൻഡ് പാരന്റ്സ് ആണോ, സിബ്ലിങ്സ് ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് അത്രയും ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും ഇവർ അക്രമവാസന കാണിക്കുന്നത്. അപ്പം നമ്മൾ പാരന്റ്സ് എപ്പോഴും അലേർട്ട് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവരെപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. യൂഷ്വലി ഇവര് ചെയ്യുന്ന ഇവരുടെ പഠനം, അതുപോലെ ബാക്കി ആക്ടിവിറ്റീസ്, ഇതിലൊക്കെ ഇവർ ശരിക്കും ഇപ്പോഴും എൻഗേജ്ഡ് ആണോ, ഇതിൽ നിന്നൊക്കെ ഇവർ മാറിപ്പോകുന്നുണ്ടോ, ഇവരുടെ സ്വഭാവത്തില് സാധാരണയിലും വിട്ട് എന്തെങ്കിലും പ്രത്യേകതകള് അല്ലെങ്കിൽ സാധാരണയേക്കാൾ കൂടുതലായിട്ട് ഇവർ ഡിസ്റ്റർബ്ഡ് ആണോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പഠനത്തിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാം. അവര് പഠനത്തിൽ ഉഴപ്പും, മാർക്ക് കുറയും. അല്ലെങ്കിൽ ബാക്കി ഇപ്പൊ പുറത്ത് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ഗെയിംസിലോ സ്പോർട്സിലോ ഒക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കുറയുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അതിന്റെ ഒരു ചെറിയ ചെറിയ സിഗ്നൽസ് ആണ്. പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആവുന്നെന്ന് ചിന്തിക്കരുത്. റെഗുലർ ആയിട്ട് ഇങ്ങനെയുള്ള ഡ്രഗ്സിന്റെ ഒക്കെ യൂസേജ് കൊണ്ടാണ് ഇവർ അക്രമാസക്തരാവാൻ തുടങ്ങുക. കുട്ടികൾ ഇനി ഏതെങ്കിലും ഒരു മൊമെന്റിൽ അക്രമാസക്തരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ റിയലൈസ് ചെയ്യുക കുട്ടികൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. മേ ബി ആ പ്രശ്നം ഇങ്ങനെ എന്തെങ്കിലും ഡ്രഗ്സിന്റെ യൂസേജ് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പാനിക് ആവരുത്. നമ്മൾ ഒരിക്കലും തിരിച്ച് കുട്ടികളുടെ അടുത്ത് വയലന്റ് ആയിട്ട് പെരുമാറരുത്. നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മൾ തിരിച്ച് ഒന്നും കൂടെ വയലന്റ് ആയി കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇവരുടെ മുന്നിലുള്ളത് ആരാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവര് ഡെഫിനറ്റ് ആയിട്ടും ഇവരുടെ അടുത്ത് നമ്മൾ വയലന്റ് ആയി പോയാൽ ഇവര് തിരിച്ച് നല്ല രീതിയിലൊന്നും നമ്മുടെ അടുത്ത് പെരുമാറാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കുട്ടികളെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകളിലോ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറുടെ അഡ്വൈസ് നിങ്ങൾക്ക് എടുക്കാം. സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്യാട്രിക് കൺസൾട്ടൻസി ആവശ്യമുള്ളവര് അത് നിർബന്ധമായിട്ടും അത് എടുക്കാൻ ശ്രമിക്കാം. നമ്മുടെ കുട്ടികൾ തുടക്കത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിനെ കാര്യമായി ബാധിക്കും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 10, 12, 14 വയസ്സുള്ള കുട്ടികൾ പോലും അറിഞ്ഞോ അറിയാതെ ഒക്കെ ഇതിന് പുറകെ പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ പാരന്റ്സ് ആണ് ഏറ്റവും അലേർട്ട് ആയിട്ടിരിക്കുന്നത്. അതുപോലെ ഈക്വലി റെസ്പോൺസിബിൾ ആണ് ടീച്ചേഴ്സ്, സ്കൂൾ മാനേജ്മെന്റ്, അങ്ങനെയൊക്കെ. അപ്പം ഇവരെല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ കുട്ടികളൊന്നും കൂട്ടം തെറ്റി പോവാതെ നല്ല മക്കളായി തിരിച്ചു വരും. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ചെറുപ്പത്തിൽ ഒരു ലക്ഷ്യബോധം ഉള്ളവരാക്കി മാറ്റാൻ സ്നേഹത്തോടു കൂടി കെയർ ചെയ്യുക. അവരുടെ കുറവുകളോട് കൂടി തന്നെ നമ്മൾ അവരെ
സ്നേഹിക്കാനും പരിപാലിക്കാനും ശ്രമിക്കുക. പിന്നെ ടീച്ചേഴ്സ്, പാരന്റ്സ്, ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു നോട്ടീസബിൾ ചേഞ്ച് നിങ്ങൾക്ക് ടീച്ചേഴ്സിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും പാരന്റ്സിനെ അറിയിക്കുക. ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കുട്ടികളെ നല്ലൊരു സൈക്കോളജിക്കൽ കൺസൾട്ടൻസി, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. അതിൽ ഒരു നാണക്കേടോ അല്ലെങ്കിൽ അതൊരു വളരെ മോശമാണെന്നോ അല്ലെങ്കിൽ നാട്ടുകാരറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളതൊന്നും നമ്മൾ പാരന്റ്സ് ചിന്തിക്കരുത്. കൃത്യമായി ഇത് പഠിച്ചിട്ടുള്ള, ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരാൾക്കാരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ മോറോവർ നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായി സ്നേഹിക്കുക, അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അടുത്തത് കഥാലോകത്തിന്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരൊക്കെയാണെന്നാണ്. നമ്മുടെ ചാനലില് ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടല്ല നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഒരു 8-10 വയസ്സ് മുതൽ 60കളും 70കളിലും എത്തി നിൽക്കുന്നവർക്ക് പോലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥകളായിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ്ലി നമ്മുടെ കഥകൾക്കെല്ലാം ഒരു മെസ്സേജ് ഉണ്ട്. ഈ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്കത് കോപ്പി ചെയ്യാവുന്നതാണ്, നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഏജ് ഗ്രൂപ്പ് മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും കാണാവുന്നതും കേൾക്കാവുന്നതുമായിട്ടുള്ള കഥകളാണ്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളായാലും യുവാക്കളായാലും പ്രായമുള്ളവരായാലും എപ്പോഴും ഒന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ഏതൊരു പ്രായത്തിലും ഒരു ഡ്രീം ഉണ്ടാവുക എന്നുള്ളതും ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ പല വ്യക്തികളുടെയും ജീവിതം പരിശോധിച്ചാൽ അറിയാം, അവര് ചിലപ്പോ സക്സസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ഒരു പക്ഷെ എത്തിച്ചേരുന്നത് 60കളിലും 70കളിലും ഒക്കെ ആയിരിക്കാം. എന്നിരുന്നാലും നിരന്തരമായിട്ടുള്ള അവരുടെ പരിശ്രമത്തിന് ഒരു കഥയുണ്ട്. അതാണ് നമ്മൾ മോട്ടിവേഷൻ ആയിട്ട് എടുക്കേണ്ടത്. പലവട്ടം പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തികളുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു പഠന വൈകല്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു ലിമിറ്റേഷനിൽ നിന്നാണ് പുള്ളി ഇത്രയധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും ലോകത്തിന് നെറുകയിലെത്തിയത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും കഥ. ശീലങ്ങള്, അവരുടെ ജീവിതചര്യകള്, അവരുടെ തത്വങ്ങള്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലും പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ചുരുക്കം ചിലരെങ്കിലും നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളവരുമുണ്ട്. അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അവരെ പോലെ ആകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് ഓരോ പാഠം തരുന്നുണ്ട്. ചിലത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണെന്ന് നമുക്ക് തോന്നും, ചിലത് നമ്മൾ തിരസ്കരിക്കേണ്ടതായും വരും. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മുടെ ലൈഫില് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. കഥകളിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം. അടുത്തത് ഏത് ഏജ് ഗ്രൂപ്പുകാർക്ക് വേണ്ടിയും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ശീലങ്ങളാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ പറയുന്ന ഒന്നാമത്തെ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പ്രയോറിറ്റൈസ് യുവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തില് എല്ലാവരും ഒരു ബിസി ഷെഡ്യൂളാണ്. കുട്ടികളാണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ തിരക്കുകളാണ്, പാരന്റ്സ് ആണെങ്കിൽ അങ്ങനെ, യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതി, ഇനി പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. ഇങ്ങനെയുള്ള തിരക്കുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്, നമ്മുടെ ഹെൽത്തിനോടാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ സമയം കിട്ടില്ല, അപ്പൊ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കും. ജങ്ക് ഫുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്തവര്, ഡ്യൂട്ടി പലതരത്തിലുള്ള ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉറക്കത്തിനോട് കോംപ്രമൈസ് ചെയ്യുന്നവരുണ്ട്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ മറക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലും നമ്മൾ നമ്മളോടൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നമുക്കാണ്. കാര്യം നമ്മുടെ ഡ്രീം ഒക്കെ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മളുണ്ടായാലല്ലേ നമ്മുടെ ഡ്രീം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റൂ. സോ നെവർ എവർ കോംപ്രമൈസ് ടു യുവർ ഹെൽത്ത്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനോട് കോംപ്രമൈസ് ചെയ്യരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിന്റെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഹെൽത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒരു രോഗിയായി തീരുമ്പോഴാണ്.
നമുക്ക് കാര്യമായ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഒരു രോഗിയായി തീർന്നതിന് ശേഷം അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ രോഗങ്ങൾ വരാതെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ ലൈഫിൽ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്, ആ പ്രയോറിറ്റി കൊടുക്കുന്ന സംഭവം അത് നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ് ആയിരിക്കാം, നമ്മുടെ ഹെൽത്ത് ആയിരിക്കാം, നമ്മുടെ വെൽത്ത് അസറ്റ് അതായിരിക്കാം. ഏതിനാണോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അത് നമ്മുടെ കൂടെ ഉണ്ടാവും. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, സമയവും സാഹചര്യവും ഉണ്ടെങ്കിലും പുറത്തു പോയി ഫുഡ് കഴിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ട്രെൻഡായി അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്നവര്. നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഫുഡ് എവിടുന്ന കിട്ടാന്നറിയോ? ഇപ്പൊ പലരും പലതായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ചൈനീസ് ഫുഡുകളായിരിക്കാം, അറബിക് ഡിഷസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയിരിക്കാം. അങ്ങനെ പല ഡിഷസും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ബട്ട് ആക്ച്വലി ഇതൊന്നും അല്ല. ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ്. എന്താ കാര്യം എന്നറിയോ? അമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ മക്കള് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ കുടുംബം എല്ലാവരും ഇത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവര് ആ ഭക്ഷണം ഏറ്റവും അധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് നമുക്ക് വെച്ച് നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു രുചി, അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മളത് പലപ്പോഴും ഇഗ്നോർ ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്ത്, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിന്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇതിനില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും. പക്ഷെ വൺസ് നമ്മൾ ഒന്ന് വീട് വിട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ ലൈഫിലൊക്കെ നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് ഈ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനോടുള്ള ഒരു ക്രേസ് ഒക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അതിനൊരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത് ആ സമയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ക്ലീൻ ആയിട്ട് ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, വർക്ക്ഔട്ട്സ് ഫോളോ ചെയ്യുക, ആൻഡ് സേ നോ ടു ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതുപോലെ അടുത്തുള്ള ഒരു കാര്യം, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. ഫിസിക്കലി നമ്മൾ എത്ര സ്ട്രോങ് ആണെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്ത് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയ ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കുറച്ച് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പരത്തിയുള്ള വായന. നോൺ ഫിക്ഷണൽ ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് ഭയങ്കരമായിട്ട് ചേഞ്ച് വരും. റീഡിങ് ഹാബിറ്റ്സ് ഉള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിരിക്കും, അവരെപ്പോഴും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അവർക്ക് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇമോഷൻസിനെ അവർക്ക് വളരെ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ വായനാശീലം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മൊബൈലിനകത്ത് നമ്മൾക്ക് ഒരുപാട് റീൽസ് ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ചെറിയ അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്തെ മാത്രം ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബുക്സ് ഒക്കെ വായിച്ച് നിങ്ങളൊരു കുറച്ചു കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആത്യന്തികമായിട്ട് നിങ്ങൾ വേറൊരു മനുഷ്യനായി മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങളിൽ ഒരു മാറ്റം വരാൻ തുടങ്ങും. നിങ്ങൾ കാണുന്നവര്, നിങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ ആ മാറ്റം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിർബന്ധമായിട്ടും ഈ ഒരു റീഡിങ് ഹാബിറ്റ്സ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും തുടങ്ങാം. ഇപ്പോ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറുപ്പകാലത്തൊന്നും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആരും നല്ലൊരു ഗൈഡൻസ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല, നല്ലൊരു മെന്റർ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളിൽ ഒരു മാറ്റം നമുക്ക് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു മൊമെന്റ് തൊട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു മെന്റൽ സ്റ്റെബിലിറ്റി കിട്ടാനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ഈ പുസ്തക വായനയിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പറഞ്ഞു മെന്റൽ സ്റ്റെബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ധാരാളം അറിവ് കിട്ടും പല വിഷയങ്ങളെ കുറിച്ചിട്ട്. ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, മുൻപ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്തൊക്കെയായിരിക്കും, അതുപോലെ പല വിഷയങ്ങളെ കുറിച്ചിട്ടും നമുക്ക് വളരെയധികം ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് അറിവുകൾ കിട്ടും. അറിവ് നേടുക, അറിവ് കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ മാറണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഹെൽത്ത്, അതുപോലെ എക്സസൈസ്, പിന്നെ
റീഡിങ് ഹാബിറ്റ്സ്, ഇങ്ങനെ എന്തൊരു ഹാബിറ്റ്സ് നമ്മൾ പുതുതായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഡിസിപ്ലിൻഡ് ആയവർക്ക് മാത്രമേ നമുക്ക് ഒരു പുതിയ ശീലത്തിലേക്ക് സ്വിച്ച് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. നമ്മൾ ഒട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾക്കും ഒരു റെസ്പോൺസിബിലിറ്റിയും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക, ബി ഹോണസ്റ്റ്. നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധതയോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് കുട്ടികൾ അതുപോലെ യുവജനങ്ങൾ നമ്മുടെ ഈ ചാനൽ കാണുന്നതിലൂടെ അവർക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണ്? അപ്പം നമുക്ക് ആദ്യം തന്നെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. ഇന്നിപ്പോ മിക്ക കുട്ടികളും നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്, മൊബൈലായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ് കുട്ടികൾ. ഏത് സമയവും മൊബൈൽ നോക്കിയിരിക്കുന്നു എന്നുള്ള കംപ്ലൈന്റ്സ് ആണ്. നമുക്ക് കംപ്ലീറ്റ്ലി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ ബാൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വാച്ച് ചെയ്യുന്ന കണ്ടന്റ്, ആ കണ്ടന്റ് എന്താണെന്നുള്ളത് നമ്മൾ പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. കഥകൾ കേട്ടാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അവർക്ക് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ ഉള്ള കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടും. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോ ആമയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്തയത്തിന്റെ കഥ നമ്മൾ പറയുകയാണെങ്കിൽ അവര് മനസ്സിൽ കാണാൻ തുടങ്ങും. അതായത് പ്രജുഡൈസ് മൈൻഡോട് കൂടിയിട്ടുള്ള മുയല് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ പാവമായിട്ടുള്ള ഒരു ആമ, രണ്ടുപേരും കൂടി ഓടുന്നു. ഭയങ്കര കോൺഫിഡന്റ് ആയ, കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയ മുയല് ഇടയ്ക്ക് വെച്ച് റെസ്റ്റ് എടുക്കുന്നു. എന്നാ കഠിനമായി പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ആമ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കഥകൾ വായിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ ഈ കഥകൾ കേൾക്കുമ്പോൾ കുട്ടികളുടെ ഇമാജിനേഷൻ പവർ, അവർ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുയൽ വരുന്നു, ആമ വരുന്നു, സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്നു, മുയലിന്റെ ഒരു തോട്ട് പ്രോസസ്സ്, ആളുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഈ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ ഒരുപാട് സ്കിൽസ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സയൻസിൽ ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിൽ കാണാൻ പറ്റും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറവി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ കേപ്പബിലിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ട്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ 1857 കലാപത്തെ കുറിച്ച് പറഞ്ഞ അവര് ആദ്യം തന്നെ ആ കലാപത്തിന്റെ കാരണം എന്താണ്, അതിന് സാഹചര്യങ്ങൾ എന്തായിരുന്നു, ആരൊക്കെയാണ്, അവർക്ക് അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കണക്ട് ചെയ്ത് ഓർത്തെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വരും. അതൊരു വളരെ വലിയ പോയിന്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് അവര് കുറെ കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പം കുറച്ചു നേരം അവരെ പിടിച്ചിരുത്താൻ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. നല്ലൊരു കണ്ടന്റ് എന്ന രീതിയിൽ പാരന്റ്സിന്റെ കുട്ടികൾക്ക് ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഇംഗ്ലീഷിൽ പറയും പ്രോകാസ്റ്റിനേഷൻ. അതായത് ചെയ്യേണ്ട ഒരു കാര്യം നാളത്തേക്ക് നീട്ടിവെക്കാം. ഇപ്പൊ നമുക്കറിയാം ചിലര് നാളെ തൊട്ട് റെഗുലർ ആയിട്ട് ഞാൻ പഠിക്കും, അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ എന്റെ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പലതും ഇപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോലും നാളത്തേക്ക്, അല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നീട്ടിവെച്ച് കൊണ്ടുപോകാന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത ഇന്നത്തെ തലമുറയ്ക്കുണ്ട്, യങ്സ്റ്റേഴ്സിനിടയിൽ പ്രത്യേകിച്ചും. ഇതിനൊരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു കാര്യവും റെസ്പോൺസിബിലിറ്റിയോട് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കഥകൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പം ചരിത്രത്തിൽ ഇടം പിടിച്ച ഓരോരുത്തരുടെയും കഥകൾ ഡിഫറെന്റ് ആണ്. ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണറെ സംബന്ധിച്ച് അവര് ഫേസ് ചെയ്ത് വന്ന ചലഞ്ചസ് ആയിരിക്കില്ല വേറൊരു വ്യക്തി, ഒരു സയന്റിസ്റ്റ് ആയിട്ട് വളർന്നു വന്ന ഒരു വ്യക്തി. ഇനി ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവരുടെ ചലഞ്ചസ് അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ അൾട്ടിമേറ്റ്ലി എല്ലാ കഥകളെയും ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ആരുടെ പേര് നോക്കിയാലും അവരുടെ ഒക്കെ പുറകിൽ ഒരു കഥയുണ്ട്. ആ കഥയും കഥാ പശ്ചാത്തലവും ഡിഫറെന്റ് ആയിരുന്നാലും കണ്ടന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളുടെ ലിമിറ്റേഷൻസിന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ ഇത്തരം കഥകൾ നമ്മുടെ യൂത്തിന് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചെറുതൊന്നല്ല. വളരെയധികം മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഇങ്ങനെയുള്ള കഥകൾ ഹെൽപ്പ് ചെയ്യും. അൺവാണ്ടഡ് ആയിട്ടുള്ള പലതും മൊബൈലിൽ കാണുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരുത്തും.
എല്ലാറ്റിലും ഉപരി കഥ കേൾക്കുക എന്ന് പറയുന്നത് ആരും വെറുക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളായിക്കോട്ടെ യുവജനങ്ങളായിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ കർമ്മ മേഖലകളിൽ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ പേഴ്സൺ ആവാനായിട്ട് നമ്മുടെ ഈ ചാനലും ഈ ചാനലിലെ കഥകളും കണ്ടന്റുകളും ഒക്കെ നിങ്ങളെ നന്നായി ഹെൽപ്പ് ചെയ്യും. അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചാനല് അവർക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവണമെന്നാണ് അടുത്ത ചോദ്യം. നമ്മൾ ഡിപ്രസ്ഡ് ആവുക, നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ വരിക, ഫ്രസ്ട്രേറ്റഡ് ആവുക, ഇതൊന്നും തെറ്റല്ല. ഇതൊരു സാഹചര്യം, ഇത് ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, മനസ്സിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. അത്ര വലിയ പേടിക്കേണ്ട അവസ്ഥയൊന്നുമല്ല. ഇത് മനുഷ്യരായിട്ടുള്ള എല്ലാവരിലും കണ്ടുവരുന്ന കുറെ കാര്യങ്ങളാണ്. നമ്മള് എത്രയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിലും ചിലപ്പോ ചില കാര്യങ്ങളിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി പോവാം. ഇതെല്ലാം സ്വാഭാവികമായി മനുഷ്യരിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് നല്ല ബുക്സ് വായിക്കുക, ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ അറിവിനെ അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഒരുപാട് ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാനും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണയുണ്ടാവും. ആൻഡ് നമ്മുടെ കഥാലോകത്തില് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കഥകളും നമ്മൾ നേരത്തെ ഒക്കെ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഓരോ കഥയ്ക്കും മോറൽ സൈഡ് ഉണ്ട്. നമ്മള് എത്ര കഴിവില്ലാത്തവരാണ്, എത്രയൊക്കെ മോശം അവസ്ഥ, നമ്മൾ പിറന്നു വീണ ആ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ, നമ്മൾ ജനിച്ചു വീണത് ഏതൊരു സാഹചര്യത്തിലാണ് എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി. ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത്. പലരും ഇപ്പോ ഏതൊരു ശാസ്ത്രജ്ഞരാണെങ്കിലും ഏതൊരു നല്ലൊരു അത്ലറ്റ് അല്ലെങ്കിൽ നല്ലൊരു സ്പോർട്സ്മാൻ, നല്ലൊരു ആർട്ടിസ്റ്റ്, ഇവരുടെയൊക്കെ പേര് അറിയപ്പെടുന്നത് ഒരിക്കലും ഇന്നയാളുടെ മകൻ അല്ലെങ്കിൽ ഇന്നയാളുടെ സഹോദരൻ എന്നൊന്നായിരിക്കില്ല. അതിനേക്കാൾ ഉപരി അവര് കഷ്ടപ്പെട്ട് കഠിനമായി പരിശ്രമിച്ചുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു ഐഡന്റിറ്റി സ്വന്തമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻസിന്റെ ആവശ്യമുണ്ട്, ഒരുപാട് അറിവുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ കഥകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളാണ്. ഒരിക്കലും ഒരു നടക്കാൻ സാധ്യതയില്ലാത്തതോ അല്ലെങ്കിൽ ഒരുപാട് ഫാന്റസീസോ ഉള്ള കഥകളൊന്നുമല്ല. ഒരു റിയലിസ്റ്റിക് ആയിട്ട് മുൻപ് നടന്നിട്ടുള്ള ഒരുപാട് ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തെ ബേസ് ചെയ്തിട്ടോ ഒക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവരുടെ ഒക്കെ ലൈഫിൽ ഇവരെ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങള്, ചില മാറ്റങ്ങള്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഡിസിപ്ലിൻ, ഇവരുടെ കർമ്മ മേഖലകളുമായി ബന്ധപ്പെട്ട് ഇവര് സ്വായത്തമാക്കിയിട്ടുള്ള ചില കഴിവുകള് അല്ലെങ്കിൽ ചില സ്വഭാവ രീതികള്, ഇതൊക്കെ ഒരാളെ സംബന്ധിച്ചും അവരുടെ ലൈഫ് സക്സസ്ഫുൾ ആവാൻ സഹായിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെപ്പോഴും അലേർട്ട് ആയിട്ടിരിക്കുക. അതിനുള്ള മാനസികാവസ്ഥകളെ നമുക്ക് മറികടക്കാനായി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വായിക്കുക, നല്ല കഥകൾ കേൾക്കുക, ആ കഥകളിലത്തെ മോറൽ സൈഡ് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ പകർത്താൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയാണ്. അതുപോലെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നമാണ് മനുഷ്യരിൽ കാണുന്നത് ഓവർ തിങ്കിങ്ങിനൊന്നും നമ്മൾ നിൽക്കാതെ നമ്മൾ എപ്പോഴും നമ്മുടെ ഡ്യൂട്ടിയിൽ എൻഗേജ്ഡ് ആവുക, ഫുള്ളി എൻഗേജ്ഡ് ആവുക, 100% ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ നമ്മളോട് തന്നെ 100% സത്യസന്ധത പുലർത്താം. ഇതൊക്കെ നമ്മുടെ ലൈഫിനെ വിട്ടുപോകാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ മോട്ടിവേഷൻ കുറയുമ്പോൾ ഇതുപോലുള്ള കഥകള്, ഇതുപോലുള്ള സംഭവ കഥകൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് തരുന്ന എനർജി വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങൾ കൊണ്ടും തോറ്റ് മടുത്ത് പിന്മാറാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു കഥ നമ്മളെ വീണ്ടും പ്രോത്സാഹനം തരുന്നത്, മുന്നോട്ട് പോകാനുള്ള ഒരു പവർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഥകൾ കേൾക്കുന്നത് ഒരു ശീലമാക്കുക, അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വായനാശീലം പുതുതായി തുടങ്ങുന്ന കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന കുറച്ച് ബുക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു 8-9 വയസ്സൊക്കെ ആവുമ്പോൾ, അതായത് കുട്ടികൾ അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങുമ്പോൾ, ആ ഒരു പ്രാക്ടീസ് ഒക്കെ അവർക്ക് കിട്ടി വരുന്ന സമയം തൊട്ടേ അവർക്കൊരു വായനാശീലത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പാരന്റ്സ്. അതിനുശേഷം വായിക്കാനിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ചെറുതായിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം.
ചെറിയ കുട്ടികൾ, അതായത് 8, 9 അല്ലെങ്കിൽ ഒരു 10, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ ബുക്സ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മുത്തശ്ശി കഥകളുണ്ട്, ഈസോപ്പ് കഥകളുണ്ട്, പഞ്ചതന്ത്രം കഥകളുണ്ട്. അപ്പോ ഇതൊക്കെ വായിക്കുമ്പോൾ അവർക്ക് നേരത്തെ പറഞ്ഞ ആ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഭയങ്കര കൂടുതലായിട്ട് വരും. അപ്പൊ അത് വീണ്ടും പറയാണ്, കുട്ടികൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് പാരന്റ്സ് അവരൊന്ന് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു 12 വയസ്സ് കഴിയുമ്പോൾ, ഒരു 10-12 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കുട്ടികള് അടുത്തൊരു ലെവലിലേക്ക് മാറണം. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീവചരിത്ര പുസ്തകങ്ങള്, ആത്മകഥാ പുസ്തകങ്ങള്. ഇപ്പോ മലയാളത്തിലൊക്കെ ആണെങ്കിൽ EK രാമകൃഷ്ണൻ എന്ന ഓഥറിന്റെ മഹാത്മാഗാന്ധി ജീവിതകഥ, ഇറ്റ്സ് എ ട്രൂലി ഇൻസ്പയറിംഗ് ബുക്ക്. അപ്പൊ അത് നമ്മുടെ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാം. അതുപോലെ ഭഗത് സിംഗിന്റെ കഥ, ഇതുപോലെ ഭഗത് സിംഗിന്റെ ജീവിതകഥ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ജീവിതകഥാ പുസ്തകങ്ങളും ആത്മകഥാ പുസ്തകങ്ങളും ഒക്കെ നമുക്ക് കുട്ടികൾക്കായിട്ട് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 12-14 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ തന്നെ അവർക്ക് ആവശ്യമുള്ള ബുക്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് മാറും. ഒരു 14-15 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടൊക്കെ പോകുമ്പോഴേക്കും കുട്ടികൾ സ്വന്തമായിട്ട് അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് തെരഞ്ഞെടുത്ത് വായിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർജിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബുക്സ് അത് വായിക്കാനായിട്ട് നമ്മൾ പാരന്റ്സ് അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ ഹെൽപ്പ് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഒരു കാര്യം മാത്രം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാറ്, അറിവ് കിട്ടുന്ന ഏതൊരു മീഡിയ ആണെങ്കിലും, അത് ബുക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ചാനലുകൾ പോലെയുള്ള നല്ല നല്ല ചാനലുകളാവാം, ഏത് മീഡിയ ആണെങ്കിലും അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കുട്ടികൾ പ്രത്യേകിച്ച് ഓർക്കുക, എഡ്യൂക്കേഷൻ ഇസ് ദ ഫ്യൂവൽ ഫോർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഇന്ധനമാണ് വിദ്യാഭ്യാസം, അറിവ് എന്നൊക്കെ പറയുന്നത്. അപ്പോ അത് കിട്ടാവുന്ന അത്ര നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക, അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യൂ. ഓക്കെ.